നമസ്കാരം. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള തൊഴിൽ മേഖലകൾ ഏറ്റെടുക്കുവാനുള്ള ഒരു അവസരം വന്നു ചേരുമെങ്കിൽ പോലും ഇനി ഒരു 2 വർഷത്തേക്ക് സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനവും അതിനേക്കാളുപരി അനുഭവജ്ഞാനമുള്ളവരുടെ സുഹൃത്തുക്കളുടെ നിർദ്ദേശവും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. മറ്റെല്ലാ വിധത്തിലുള്ള ചുമതലകളും ഏറ്റെടുക്കാം, എല്ലാം ഭംഗിയാക്കി തീർക്കാൻ ഈ ഒരു മാസം മാത്രമല്ല 2 വർഷത്തേക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പലപ്പോഴും ജോലിസ്ഥലത്തിനോടനുബന്ധമായി താമസിക്കേണ്ടി വരും. ഈ 2 വർഷത്തേക്ക് ഗൃഹത്തിൽ നിന്നും വിട്ടുനിന്ന് അല്ലെങ്കിൽ ഗൃഹത്തിൽ മാസത്തിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലോ വന്ന് പോകുവാൻ തക്കവണ്ണം ദൂരദേശത്ത് വസിച്ചുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ ഏറ്റെടുക്കുവാൻ സാധ്യതയുള്ളത്. ഒരു പക്ഷേ ജീവിതത്തിന് തന്നെ ഏറ്റവും തൃപ്തികരമായിട്ടുള്ളതും പഠിച്ചതും അങ്ങനെയുള്ളൊരു മേഖലയായതുകൊണ്ടത് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുവാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളും വിദഗ്ധരുടെ നിർദ്ദേശങ്ങളും അവരനുവർത്തിച്ചു വരുന്ന ജീവിത സാഹചര്യങ്ങളും ഒക്കെ ശരിയാണ് എങ്കിൽ പോലും അവരുടെ ചില നിർദ്ദേശങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളിലെല്ലാം വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരു പക്ഷേ മുൻകോപം ഒഴിവാക്കുക, എല്ലാം സ്വീകരിക്കുവാൻ മാനസികമായി തയ്യാറാവുക എന്ന ഒരു മാനസികമായിട്ടുള്ള നില ആർജിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. നിഷ്ഠയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തന ശൈലി ജീവിതത്തിൽ അനുവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ ഒരു ക്രമീകരണം ജീവിതത്തിൽ തന്നെ എല്ലാ പ്രകാരത്തിലും വേണ്ടിവരും. അതിന് സ്വയമേവ തയ്യാറാകുവാൻ സ്വീകരിക്കുന്നത് വഴി മാതാപിതാക്കളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുന്നതിന് ഭാഗമായിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അനുദിനം വർദ്ധിച്ചു വരുന്ന ചെലവിനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വഴി ഈ മാസത്തിൽ കടം വാങ്ങുവാനുള്ള സാഹചര്യത്തിൽ നിന്നും തൽക്കാലത്തേക്ക് പിന്മാറുവാൻ സാധ്യതയുണ്ട്. പിതൃതുല്യനായ ബന്ധുവിൻ്റെ അകാല വിയോഗം മനോവിഷമത്തിന് വഴിയൊരുക്കുമെങ്കിൽ പോലും പ്രകൃതി നിയമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഗൃഹത്തിൽ ഒരാൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് അസുഖങ്ങൾ വന്നു ചേരുക, ജോലിയിൽ നേട്ടം കുറയുക, അല്ലെങ്കിൽ ഗൃഹത്തിലെ ഒരു വിമ്മിഷ്ടമുള്ള ഒരു അവസ്ഥ വന്നു ചേരുക, ഇങ്ങനെ പല വിധത്തിലുള്ള അവസ്ഥാവിശേഷങ്ങൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് ഗൃഹത്തിൻ്റെ വാസ്തുശാസ്ത്ര പിഴയുണ്ടോ എന്ന് വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും പരിവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട്. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരുവാനായിട്ട് പ്രതീക്ഷിച്ചതിലുപരി പണച്ചെലവ് അനുഭവപ്പെടുവാനിടയുണ്ട്. നിലവിലുള്ള ജോലിക്ക് ഇനി മുതൽ നേട്ടം വളരെ കുറവുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജോലി ഉപേക്ഷിക്കാതെ ഹ്രസ്വകാല പാഠ്യപദ്ധതികൾക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. വിദേശത്ത് താമസിക്കുന്ന പലരും മാർച്ച് മാസത്തിൽ ജന്മനാട്ടിലേക്ക് വരണം എന്ന ധാരണയുണ്ടായിരുന്നു. ആ സമയത്ത് അവധി ലഭിച്ചിരുന്നില്ല. എന്നാൽ ജൂൺ മാസത്തിലും ഒരു വിഭാഗത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജന്മനാട്ടിലേക്കുള്ള യാത്ര സെപ്റ്റംബർ മാസത്തിൽ അഥവാ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിൽ ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ജന്മനാട്ടിലേക്ക് ഉള്ള യാത്രയ്ക്ക് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ ഇടയുണ്ട്. ഒരുപക്ഷെ ബന്ധുമിത്രാദികളുടെ വിശേഷ അവസരങ്ങളിൽ പങ്കെടുക്കുവാനും ഇതിന് അവസരം ഉണ്ടാവും. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങി ഗൃഹനിർമ്മാണം തുടങ്ങി വെച്ചതായിട്ടുള്ള ആ ഒരു ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അതും തുടക്കം കുറിച്ച് ഒരുപക്ഷെ ഈ ചിങ്ങമാസത്തിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സങ്കല്പത്തോടു കൂടിയും ചിലർക്കൊക്കെ അതിനും സാധ്യതയുണ്ട്. പലപ്പോഴും ചിന്താഗതികളുടെ വ്യത്യസ്തതകളെ കൊണ്ട് സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ പണം മുതൽ മുടക്കാതെ മറ്റൊരാൾ പണം മുതൽ മുടക്കുന്നതിൻ്റെ ഭരണ സംവിധാനം ഏറ്റെടുത്തുകൊണ്ടുള്ള അവസരങ്ങളെ സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും.
ഉപദേശക സമിതി ഉൾപ്പെട്ടെന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നു. തൊഴിൽപരമായിട്ടുള്ള ക്ഷീണാവസ്ഥകൾക്കും ക്ഷയാവസ്ഥകൾക്കും ശാശ്വത പരിഹാരം കണ്ടെത്തുന്നത് വഴി മേലധികാരികളിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്ന് ചേരുവാനിട വരും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്ന് ചേരുവാനിടയുണ്ട്. മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള നിക്ഷേപ സമാഹരണ യജ്ഞം ജൂൺ മാസത്തിൽ ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വിജ്ഞാനികളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചും കൊണ്ട് തൊഴിൽ മേഖലകൾക്കും കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾക്കും പരിവർത്തനങ്ങൾ നടത്തുവാൻ തയ്യാറാകുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. ഉത്സാഹത്തോടു കൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടയുണ്ട്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടയുണ്ട്. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനൊരവസരം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. പുതിയ കരാർ ജോലികളിൽ ഒപ്പുവയ്ക്കുവാനിട വരുമെങ്കിൽ പോലും ഒരു പരിധിയിലധികം പണം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നത് അത്ര തന്നെ ഉചിതമല്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ജീവിത നിലവാരം മെച്ചപ്പെടുവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് വാഹനം മാറ്റി വാങ്ങണമോ എന്ന ധാരണയ്ക്കുണ്ടാകുമെങ്കിൽ പോലും കുടുംബാംഗങ്ങളുടെ നിർബന്ധത്താൽ തൽക്കാലത്തേക്ക് വാഹനം മാറ്റി വാങ്ങാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറുവാനുള്ള സാധ്യതയുണ്ട്. യാത്രാക്ലേശം വർദ്ധിക്കുകയും യാത്രയോടനുബന്ധമായിട്ട് ഭക്ഷ്യവിഷബാധ ഏൽക്കുവാനും സാധ്യതയുണ്ട്. മാതാപിതാക്കൾ നിർദ്ദേശിക്കുന്ന വിഷയത്തിൽ ഉപരിപഠനത്തിന് അവസരം വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാനൊരവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാൻ യോഗം കാണുന്നു. വീഴ്ചകളുണ്ടാവാതെ നോക്കണം എന്നുകൂടിയാണ് ഈ മകയിര നക്ഷത്രക്കാർക്ക് ഈ ഒരു ജൂൺ മാസത്തിലെ അനുഭവയോഗ്യമായിട്ട് പറയുന്നത്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ മനസ്സിന് വേവലാതി ഉണ്ടാകുന്ന പല കാര്യങ്ങളും വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് സ്വല്പം ആശങ്ക ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ടും സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ വന്നു ചേരുവാനിടയുണ്ട്. എന്നാൽ കഠിന പ്രയത്നത്താലും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനാണ് യോഗമുള്ളത്. എന്നിരുന്നാൽ പോലും ഒരു കൊല്ലത്തേക്ക് ഇനിയും വളരെ ശ്രദ്ധിക്കണം എന്ന നിർദ്ദേശം സർവാത്മന സ്വീകരിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. എല്ലാ കാര്യങ്ങളിലും സമയബന്ധിതമായിട്ടും സൂക്ഷ്മ നിരീക്ഷണത്തോടു കൂടി മാത്രമേ പണം മുതൽ മുടക്കാവൂ. അല്ലാത്ത പക്ഷം ജൂൺ മാസത്തിൽ എന്ന് മാത്രമല്ല ഇനിയുള്ള 2 വർഷത്തേക്കും നഷ്ടകഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന നിർദ്ദേശം, വിലപ്പെട്ട നിർദ്ദേശം സ്വീകരിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി ചിലർക്കൊക്കെ അസ്വാരസ്യങ്ങളും അരോചകമാണെന്ന് തോന്നുമെങ്കിൽ പോലും പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം മനസ്സിൽ കരുതിക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അന്തിമമായിട്ട് വിജയം കൈവരിക്കാൻ തന്നെയാണ് യോഗമുള്ളത്. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ചുമതലകൾ വർദ്ധിക്കുന്നതും യാത്രാക്ലേശം വർദ്ധിക്കുന്നതുമായുള്ള വിഭാഗത്തിലേക്ക് ജോലി മാറ്റം ഉണ്ടാകുവാനിടയുണ്ട്. പ്രതിസന്ധികളെ തളരാതെ പ്രവർത്തിക്കുവാനായിട്ട് മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വരവും ചെലവും തുല്യമായിരിക്കുവാനാണ് ഈ ഒരു മാസം യോഗം കാണുന്നത്. ജന്മസിദ്ധമായുള്ള കഴിവുകളൊക്കെ ശരിയാണെങ്കിൽ പോലും ദേഹക്ഷീണം പലപ്പോഴും വന്നു ചേരുവാൻ ഇടയുള്ളത് കൊണ്ട് പല കാര്യങ്ങളിൽ നിന്നും വിമുഖത വന്നു ചേരുവാനിടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങളെല്ലാം തന്നെ സഹപ്രവർത്തകരെ തന്നെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഊഹാപോഹങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും സത്യാവസ്ഥകൾ മനസ്സിലാക്കിയിട്ടേ പ്രതികരിക്കാവൂ. അല്ലാത്ത പക്ഷം പിന്നെയും അബദ്ധം വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിജയശതമാനം ഇല്ലാത്തതുകൊണ്ട് മറ്റൊരു പാഠ്യപദ്ധതിക്ക് മനസ്സിലുദ്ദേശിക്കുന്ന പാഠ്യപദ്ധതി അല്ലാതെ മാതാപിതാക്കൾ നിർദ്ദേശിക്കുന്നതോ സുഹൃത്തുക്കൾ നിർദ്ദേശിക്കുന്നതോ
തൊഴിലധിഷ്ഠിതമായിട്ടുള്ളൊരു പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. ശാസ്ത്രീയ വശവും പ്രായോഗിക വശവും ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. പണം കടം കൊടുക്കുന്നതും കടം വാങ്ങിക്കുന്നതും ജാമ്യം നൽകുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാൻ സാധ്യതയുണ്ട്. ശുചിത്വ പരിപാലനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി പലവിധത്തിലുള്ള സാംക്രമിക രോഗങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. കാലവർഷക്കെടുതി കാരണത്താൽ കാർഷികമായിട്ടുള്ള മേഖലയിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുവാൻ സാധ്യത കാണുന്നു. പലപ്പോഴും ദുരാചാരങ്ങൾ ഉപേക്ഷിച്ച് സദാചാര പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് വഴി ആശ്വാസവും സമാധാനവും വേണ്ടപ്പെട്ടവരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ജനമധ്യത്തിൽ പരിഗണന ലഭിക്കുവാനിടയുള്ളത് കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അവസരം വന്നു ചേരും. തന്മൂലം കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും നിരുപാധികം വിട്ടുനിൽക്കാൻ സാധ്യത കാണുന്നു. വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ ഏർപ്പെടുന്നവർക്ക് ഇനി മുതൽ ഒരു കൃത്യമായിട്ടുള്ള ദിശാബോധത്തോടുകൂടിയും ദിശാപന്ഥാബോധത്തോടുകൂടി പ്രവർത്തിക്കാനൊരു അവസരത്തെ സ്വീകരിക്കുക തന്നെ ആയിരിക്കും നന്നാവുക എന്ന ധാരണയോടുകൂടി ചില കാര്യങ്ങളെല്ലാം ഒഴിവാക്കി പ്രവൃത്തി പരിചയമുള്ളതും ഭാവിയിലേക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള കർമ്മ പദ്ധതികളൊക്കെ ഏറ്റെടുക്കുവാനും നേതൃത്വം നൽകുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഉദ്യോഗം അന്വേഷിച്ചുള്ള വിദേശയാത്രയ്ക്ക് നേട്ടം കുറയും. എന്നാൽ ഉദ്യോഗ അനുമതിയോടുകൂടിയതായിട്ടുള്ള വിദേശയാത്രയ്ക്ക് സ്വീകരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇറങ്ങി പുറപ്പെടാം. വിരോധമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. എല്ലാ കാര്യങ്ങളിലും കഠിന പ്രയത്നം വേണ്ടിവരും എന്ന ധാരണയോടുകൂടി തന്നെ ഏറ്റെടുക്കുവാനിട വരും. എന്നാൽ അത്ര തന്നെ വേണ്ടിവരില്ല. ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും അവലംബിക്കാൻ അവസരം വന്നു ചേരും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം അവലംബിക്കാൻ അവസരം വന്നു ചേരും. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനൊരു അനുമതി ലഭിക്കുമെങ്കിൽ പോലും പണച്ചെലവ് കൂടുതൽ അനുഭവപ്പെടുവാനിടയുള്ളത് കൊണ്ട് ഒരു സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിട വരും. ജീവിത നിലവാരം മെച്ചപ്പെടുവാനിടയുള്ളത് കൊണ്ട് ഈ നിലവിലുള്ള ഗൃഹത്തിൽ നിന്നും മറ്റൊരു വിസ്തൃതിയുള്ള ഗൃഹത്തിലേക്ക് മാറി താമസിക്കാൻ സാധ്യതയുണ്ട്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്ന സങ്കല്പത്തോടുകൂടി അതിനനുസരിച്ച് ചിലർക്ക് തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഗഹനമായുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. ഈ ഒരു മാസത്തിൽ പലപ്പോഴും മിക്ക ദിവസങ്ങളിലും വളരെ ജോലികളെല്ലാം ഏറ്റെടുത്ത് അവലംബിച്ച് വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ ജീവിത പങ്കാളിയിൽ നിന്നും തൃപ്തികരമല്ലാത്ത സമീപനം വന്നു ചേരുവാനിടയുണ്ട്. എന്നാൽ ജോലിയുടെ ഭാഗമായിട്ട് ഇതേ നിവൃത്തിയുള്ളൂ എന്ന ധാരണ നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഗുണകരമായി തീരുവാൻ തന്നെയാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ഒരു ജൂൺ മാസത്തിൽ യോഗം കാണുന്നത്. നമസ്കാരം.